പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നോ? ഈ പ്രഭാതം എങ്ങനെയുണ്ട്? സന്തോഷത്തോടെ മനോല്ലാസത്തോടെ ഇരിക്കുന്നുവോ? ചിന്തിച്ചു നോക്കൂ. നാം സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എപ്പോഴും മനോല്ലാസത്തോടെ ഇരിക്കണം, സന്തോഷത്തോടെ ഇരിക്കണം. ഭയങ്കര പ്രശ്നവും പോരാട്ടവുമാണ്. എങ്ങനെയാണ് സന്തോഷിക്കാനാവുക എന്ന് പറയുകയാണോ? ദൈവം പറഞ്ഞിട്ടില്ലേ, ലോകത്തിൽ ദുരിതങ്ങളുണ്ട്, ഉപദ്രവങ്ങളുണ്ട് എന്ന്. അവയ്ക്ക് നടുവിൽ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കും. അതാണ് യേശുക്രിസ്തു തരുന്ന ആശീർവാദം. എന്തൊക്കെ പ്രശ്നങ്ങളും പോരാട്ടങ്ങളും ഉണ്ടായാലും അവയ്ക്കെല്ലാം നടുവിൽ സന്തോഷത്തോടെ മനോല്ലാസത്തോടെ ഇരിക്കാനാവുന്നില്ലേ? അതാണ് യേശുക്രിസ്തു തരുന്ന ബലം. എല്ലാം ശരിയായിരിക്കുമ്പോൾ സന്തോഷമായിരിക്കുന്നതിൽ എന്താണ് വിശേഷത? ഇത്രയും പോരാട്ടങ്ങൾക്കിടയിലും ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും സന്തോഷത്തോടെ ഇരിക്കണം. അതിനല്ലേ യേശു ദിവസവും നിങ്ങളോട് സംസാരിക്കുന്നത്, ധൈര്യപ്പെടുത്തുന്നത്, വഴി നടത്തുന്നത്. പിന്നെന്താണ്? യേശു കൂടെയിരിക്കുന്നത് തന്നെ വലിയ സന്തോഷമല്ലേ? അതുകൊണ്ട് സന്തോഷമായിരിക്കൂ. ദൈവം ഇന്ന് നിങ്ങൾക്കൊരു വാഗ്ദത്തം തന്നിരിക്കുന്നു. എന്താണെന്നറിയാമോ? വെളിപ്പാടിന്റെ പുസ്തകം 21 അധ്യായം 5 വാക്യം. ഞാൻ സകലവും പുതിയതാക്കുന്നു. സിംഹാസനത്തിലിരിക്കുന്നവൻ പറയുന്നു, ഇതാ ഞാൻ സകലവും പുതിയതാക്കുന്നു എന്ന്. ദൈവം പറയുന്നു, എൻ്റെ മകനെ, നിന്റെ ജീവിതത്തിൽ ഞാൻ സകലവും പുതിയതാക്കാൻ പോകുന്നു. എൻ്റെ മകളെ, നിന്റെ ജീവിതത്തിലെല്ലാം പുതിയതാക്കാൻ പോകുന്നു. പഴയ തോൽവി, ചതി, ദുഃഖം, ഉപദ്രവം, മുറിവുകൾ ഇവയെല്ലാം ഞാൻ മാറ്റി പുതിയതാക്കാൻ പോകുന്നു. ഇനിയൊരാശ്വാസം, ഇനിയൊരു വിജയം, ഇനിയൊരാശീർവാദം, ഇനി നന്മയുള്ള കാര്യം. അവൻ പുതുപ്പിക്കുന്ന ദൈവമാണ്. പുതിയ ഹൃദയത്തെ തരും, പുതിയ ആത്മാവിനാൽ നിറയ്ക്കും, നമ്മുടെ ഉള്ളിൽ പുതിയൊരു ചിന്തയെ ഉണ്ടാക്കും. അതുപോലെ സകലവും പുതുപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം. എന്നെ പുതുപ്പിക്കാനൊന്നും സാധിക്കുകയില്ല, അത് കഷ്ടമാണ്. എന്നെ എങ്ങനെയാണ് മാറ്റുക? നിങ്ങളോടല്ല പറഞ്ഞത്. ദൈവം പറയുന്നു, ഞാൻ സകലവും പുതിയതാക്കുമെന്ന്. എൻ്റെ മകനെ, നിനക്ക് ഞാൻ എല്ലാം പുതിയതാക്കി തരും. വീട്ടിലും ജോലിയിലും ബിസിനസ്സിലും ശുശ്രൂഷയിലും സമൂഹത്തിലും പല ഞെരുക്കങ്ങൾ, ഇവയെല്ലാം മാറിയാൽ നന്നായിരിക്കുമെന്ന് കരുതുന്നില്ലേ? ഞാൻ സകലവും പുതിയതാക്കി തരുമെന്ന് ദൈവം പറയുന്നു. നിങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളെ പുതിയതാക്കും. എൻ്റെ മകളെ, ഞാൻ പുതിയതാക്കി തരുമെന്ന് പറയുന്നു. സകലവും പുതിയതാക്കുന്ന ദൈവം. ദൈവത്തിന് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സിംഹാസനത്തിലിരിക്കുന്ന ദൈവമാണ്. ഒരു സംസ്ഥാനത്തിൽ എന്ത് നടന്നാലും അതിൻ്റെ അധികാരം മുഖ്യമന്ത്രിക്കായിരിക്കും. മുഖ്യമന്ത്രി പറഞ്ഞോ? എല്ലാവരും അതിന് കീഴടങ്ങുന്നത് കണ്ടിട്ടില്ലേ? ഒരു രാജ്യത്തിൽ എന്തെങ്കിലും നടന്നാൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു എന്ന് പറയും. ഈ ലോകത്തിൽ എന്തെങ്കിലും നടന്നാൽ സിംഹാസനത്തിലിരിക്കുന്ന രാജാതി രാജാവും കർത്താതി കർത്താവും സർവ്വലോകത്തിൻ്റെയും ദൈവം, ഈ ലോകത്തെ മുഴുവനും അടക്കി ഭരിക്കുന്നവൻ പറയുന്നു, ഞാൻ സകലവും പുതിയതാക്കുമെന്ന്. പിന്നെന്തിനു ഭയപ്പെടുന്നു? ഏതോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പുതിയതാക്കൽ ആവശ്യമാണ്. ശരിയല്ലേ? നിങ്ങളുടെ ഹൃദയത്തെ പുതിയതാക്കണം, ചിന്തയെ പുതിയതാക്കണം, കുടുംബജീവിതത്തെ പുതിയതാക്കണം, ജോലിയിൽ പുതുപ്പിക്കൽ ആവശ്യം. ശരിയല്ലേ? ദൈവമേ, അങ്ങ് പുതിയതാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ കാര്യത്തെ അങ്ങ് പുതിയതാക്കേണമേ എന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ഒരത്ഭുതം നടക്കും. അതിനല്ലേ യേശു കുരിശിൽ തന്നെ ബലിയർപ്പിച്ചത്? തന്റെ രക്തം ചിന്തി നമ്മെ വീണ്ടെടുത്ത് സകലവും പുതിയതാക്കുമെന്ന് പറഞ്ഞു. എങ്കിൽ ഇന്ന് പറയൂ, ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് പുതുപ്പിക്കൽ വേണ്ടത്? മക്കളുടെ കാര്യമാണോ? ഭർത്താവിന്റെ കാര്യമാണോ? കുടുംബക്കാര്യമാണോ? ജോലിക്കാര്യമാണോ? ശരീരത്തിലുള്ള വ്യാധി മാറി പുതിയ ബലമുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുവോ? എന്തായിരുന്നാലും നിങ്ങൾ മനസ്സിൽ തീരുമാനിച്ച് ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൈവച്ച്, ഈ വാഗ്ദത്തം എനിക്കുള്ളതാണ്, എന്നെ പുതിയതാക്കും എന്ന് പറഞ്ഞ് വാക്ക് തന്നിരിക്കുന്നു. എനിക്ക് ഈ കാര്യത്തെ പുതിയതാക്കി പുതുപ്പിച്ച് തരേണമേ. ഇന്ന് ആ അത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നു. ദൈവമേ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന മകനും മകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് വാക്ക് തന്നതുപോലെ സകലവും പുതിയതാക്കി ഇവരെ സന്തോഷിപ്പിക്കണമേ. ആ അത്ഭുതം അവരുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ നടക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ